ഉത്തരാഖണ്ഡിലെ ഉത്തർകാശിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ധരാലി ഗ്രാമം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇതുവരെ 5 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വാതി സന്തോഷുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാതി, ഇതിനോടകം 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നൊരു വാർത്ത കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി? തീർച്ചയായും വർഷ, ഉത്തരകാശിയിലെ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലൊക്കെയും ഈ ധരാലി ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയ സാഹചര്യമുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് എത്തിപ്പെടുവാൻ വ്യോമസേന, മറ്റ് സൈന്യമൊക്കെയും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് വലിയ തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന ഘട്ടമുണ്ട്. ഇപ്പോൾ 100ഓളം പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരമാണ് ലഭിക്കുന്നത്. സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേന, അതോടൊപ്പം തന്നെ കരസേന, വ്യോമസേനയൊക്കെയും സംയുക്തമായാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സംഘങ്ങളെ ഈ സ്ഥലത്തേക്ക് എത്തിക്കുവാനും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ എത്തിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെയും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതേസമയം ഇപ്പോൾ 6ഓളം വരുന്ന സൈനികരടക്കം ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടകം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ 413ലേറെ പേരെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയൊക്കെയും പുറത്തെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാന ദേശീയ പാതകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള കുത്തൊഴുക്കിൽ പെട്ടുകൊണ്ട് ഈ റോഡുകൾ പൂർണ്ണമായി ആ ഗ്രാമം തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനമൊക്കെയും വലിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ദുഷ്കരമായ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നിരവധി ഇടങ്ങളിൽ ഈ സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ തുടരുന്നത്. മാത്രമല്ല 5 ജില്ലകൾക്ക് റെഡ് അലർട്ട്. തീർച്ചയായും മിന്നൽ പ്രളയമാണ്. നിരവധി പേർ 413 പേര് ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ട്. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.